ഹലോ ഗായ്സ്, സ്യാബാണ്, പാങ്ങാടൻ സ്യാബ്. സമയം രാവിലെ 6:45 കേട്ടോ. സമത് ബൈക്കും കൊണ്ട് റെഡി ചെയ്താ മുമ്പിൽ വന്ന് നിൽക്കണു. നേരം പരപരാ വെളുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ എങ്ങോട്ടേ രാവിലെ തന്നെ നമ്മള് പോണെന്ന് വെച്ചാല് ഇന്ന് നമ്മളെ മാമ്പോയ നീർച്ചയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ ഈ രാവിലെ തന്നെ പോണത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ, എന്തിനാ ഈ രാവിലെ തന്നെ പോണെന്ന് നിങ്ങൾ ചോദിക്കും. കുറച്ച് കഴിഞ്ഞാലേ തിരക്ക് കൂടും, അതുകൊണ്ട് ഇപ്പൊ നേരത്തെ തന്നെ പോണത്. നല്ല തണുപ്പും കോടയാണ്. അപ്പൊ ഏതായാലും നല്ലൊരു ചായയും കുടിച്ചിട്ടുണ്ട് ഇറങ്ങാന്ന് കരുതി. ഒന്നുകൊണ്ട് ചൂടാക്കാലോ. വരി പിന്നെ കുറെ നേരം നിക്കേണ്ടി വരും. അപ്പൊ ചായന്റെ ഒപ്പം ഓരോ പൊറാട്ടിയുടെ അടി കുറച്ചു നേരം വരി നിക്കണ്ടല്ലേ. അപ്പൊ പിന്നെ കിടക്കട്ടെ ഒരു സ്റ്റാമിനക്ക് വേണ്ടിട്ട്. അങ്ങനെ നമ്മള് പുന്നക്കാട് ചുങ്കത്തെത്തിട്ടോ. ചുങ്കത്തുനിന്ന് നമ്മള് മാമ്പഴ റോഡിനെ തിരിഞ്ഞപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ് വരിട്ടോ. വരി എന്നു പറഞ്ഞാലും പോരാ, ഒരു 1.5 വരിയാണ് മക്കളെ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ 7 ഉണ്ടോ സമയം. 8 മണിയാവും ചോറ് കൊടുക്കുമ്പോഴത്തേന് എന്നാ പോലെ പറഞ്ഞത്. വരി പുന്നക്കാട് തന്നെ തുടങ്ങിക്കണു. ഈ നേരാകുമ്പത്തിന് ഇത്ര വരി നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാനേ വേണ്ട. ഇതെന്തായാലും മക്കളെ ഒന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ എത്ര മണിക്ക് വന്നതാക്കാരെന്നപ്പോ ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ആ ഫുള്ളായിട്ട് ആ വരി ഒന്ന് കണ്ടോളി എല്ലാവരും. ഇതേ ഇതിച്ചോണ്ട് എല്ലാരും ആലോചിച്ച് ഒന്നുകൊണ്ട് കാറൊന്നും കൊണ്ടുവരാത്ത ഭാഗ്യം. വാഹനങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നമ്മുടെ ഭക്ഷണ വിതരണം ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ സുഖമായ പ്രവർത്തനത്തിന് വേണ്ടി നഗരയുടെ മുൻവശമുള്ള വാഹനങ്ങളൊക്കെ പരമാവധി സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മളും വരിയിൽ നിന്നിട്ടോ. ഞങ്ങള് പാണ്ടിക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന വരിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സമയം 8 മണി ആവാനായിക്കുന്നു കേട്ടോ. കൊടുക്കല് തുടങ്ങിയിട്ടില്ല. ഇന്റെ ബാക്കിൽ 3 വില്ലന്മാര് കവറൊക്കെ പിടിച്ച് റെഡി ആയി നിക്കണോല്. ഓൽക്ക് ഭയങ്കര ആവേശമാണ്. ഈ 3 വില്ലന്മാര് വീഡിയോ കാണുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതാ വരി അനങ്ങൾ തുടങ്ങിട്ടോ. ചേർത്ത കാത്തിരിപ്പിനോട് ഇതാ ഞങ്ങൾ വരിയായി നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. വെയിൽ ഉദിച്ച് വരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ വലിയൊരു കുഴപ്പമില്ല. ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞാലേ പിന്നെ പറയേണ്ടില്ല, നല്ല വെയിലാക്കാൻ. അതാ പിന്നെ നേരത്തെ തന്നെ ഞങ്ങളോട് പോകുന്നത്. ആൾക്കാരൊക്കെ ചോറ് വാങ്ങി മടങ്ങൽ തുടങ്ങിട്ടോ. ഈ അത്യാവശ്യം നല്ല വരുന്നേനു ഇവിടെയും. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ദാ പള്ളിന്റെ മുമ്പിൽ എത്തിക്കട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോ ഞങ്ങൾ വരി തീർന്നു. അതിന്റെ ഉള്ളിലുണ്ട് അത്യാവശ്യത്തിന് വരി. അങ്ങനെ ആ വരി നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറെക്കുറെ അവിടെ എത്തിട്ടോ. അവിടെ എത്തി നോക്കുമ്പോ മക്കളെ എങ്ങോട്ട് നോക്കാണ് ചെമ്പ് എത്രങ്ങാനോ ദമ്മിട്ടിക്കണത്. ദുനിയാവന്നെ അത് ചെമ്പ് നോക്കാണ് എത്രങ്ങാനും ചെമ്പാലേ. അവിടെ എത്താനായപ്പോ നമ്മള് കീസൊക്കെ മടക്കി പിടിച്ചാൻ പറഞ്ഞിട്ട് നമ്മളോട്. പരിപാടിയൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതില് ചോറ് കഴിയണു കൊടുന്ന് തട്ടണു. അങ്ങനെ നമുക്ക് ചോറ് കിട്ടിട്ടോ. അവർ നമ്മള് വരുന്നപ്പോ അവിടെ തന്നെ വിൽക്കുന്നുണ്ട് കേട്ടോ. അവർ പിന്നെ അവിടെ നിന്ന് വാങ്ങിയാണ് ഒന്നിന് 10 രൂപ മാത്രം. അടുത്തതായി നമ്മള് കറിന്റെ ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മളെ മറ്റേ കീസ് കൊടുത്തു, അതിക്ക് കറി വിളമ്പി തന്നു വരും കേട്ടോ. സംഗതിയൊക്കെ ചടപടോടെ നടക്കുന്നുണ്ട് പരിപാടി. എന്നിട്ട് നോക്കാണ് ചോറ് വെച്ച് കൂട്ടിക്കണ് നോക്കാണ്. മാഷാ അല്ലാ മല പോലെ കടക്കണത് ചോറ് കേട്ടോ. ഇതൊക്കെ തീരണമെങ്കിൽ എത്രങ്ങനെ ആൾക്കാർ വരുന്ന ആലോചിച്ചാണ് നിങ്ങള്. എന്തായാലും ഇത് വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ഇത് അപ്പുറത്തെ വരിന്ന് വരുന്നവർക്കെല്ലാം കറി വിളമ്പണ സ്ഥലമാണ് കേട്ടോ അത്. മാഷാ അല്ലാ, എന്തായാലും സംഭവം ഭയങ്കരമായ ഒരു പരിപാടി തന്നെ കേട്ടത്. ഇതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ, ഇനി എത്രങ്ങാനും ആൾക്കാർ വരാൻ കടക്കണു. അങ്ങനെ നമുക്ക് ഇതാ ചോറും കറിയും കിട്ടിട്ടോ. അപ്പൊ നമ്മളിനി വണ്ടിന്റെ അടുത്തേക്ക് പോകാൻ നോക്കാണ്. വണ്ടി കിടക്കണത് മാമ്പോയ വളവിലാട്ടോ. അപ്പൊ കഴിച്ച് നമ്മളിന്ന് പോകാൻ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ് കാണാം. വീഡിയോ കാണണമെന്ന് ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാട്ടോ. ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നായിക്കോട്ടെ.